2024 എന്ന് പറയുന്നത് നീറ്റ് UG എൻട്രൻസ് എക്സാമിൻ്റെ സ്കാമാണ്. ഇറ്റ്സ് ആക്ച്വലി ഇന്ത്യയിൽ അല്ലെങ്കിലേ നല്ല കോളേജസുകളില്ല. അവിടെ പോയി പഠിക്കാനാണെങ്കിൽ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. അതുകൊണ്ട് വേണ്ടി ഇത്രയും കോമ്പീറ്റ് ചെയ്തിട്ട് സ്റ്റുഡൻസ് ഇത്രയും കോമ്പീറ്റ് ചെയ്തിട്ട് ടഫ് സെലക്ഷൻ വന്നിട്ടാണ് ഒരു നല്ല കോളേജുകളിൽ കയറാൻ നോക്കുന്നത്. അതിനു വേണ്ടിയാണ് നീറ്റ് മെഡിക്കലിന് മൊത്തത്തിൽ നീറ്റാക്കി മാറ്റിയത്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ സ്കാം ഇട്ട സ്റ്റുഡൻസിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. കാരണം ആക്ച്വലി 1, 2, 3 വർഷം റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ എനിക്ക് പേഴ്സണലി അറിയാം മെഡിക്കലിന് വേണ്ടിയിട്ട്. എന്നിട്ട് എക്സാം എഴുതി വരുമ്പോൾ കുറേ പേർക്ക് തോന്നിയ പോലെ ഗ്രേസ് മാർക്ക് കൊടുക്കുക, കുറച്ച് പേർക്ക് ഒന്നും കൊടുക്കുന്നില്ല. ആക്ച്വലി ആൻസർ കീ വന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ സ്റ്റുഡൻസിന് ഈ വർഷം ഉണ്ടായത് സ്റ്റുഡൻസിന് ആൻസർ കീയിൽ സബ്മിറ്റ് ചെയ്ത വന്ന മാർക്കിനേക്കാൾ കുറവാണ് അവരുടെ റിസൾട്ടിൽ വന്നത്. സോ മൊത്തത്തിലൊരു ലോച്ച സ്കാം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. കുറേ പേര് പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസ് ഡൽഹിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. സുപ്രീം കോർട്ടിൽ കേസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇറ്റ്സ് ഗോയിങ് ഇൻ എ വെരി ഗുഡ് ഡയറക്ഷൻ. പിന്നെ ഫിസിക്സ് വാലയുടെ അലക് പാണ്ഡെ, ഓപ്പോസിഷൻ ലീഡേഴ്സായ രാഹുൽ ഗാന്ധി, അതുപോലെ എല്ലാ ഓപ്പോസിഷൻ ലീഡേഴ്സും ഇതിൽ കാര്യമായിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഡയഗ്നൈസ് ചെയ്ത് കണ്ടുപിടിച്ചത് ആക്ച്വലി ഓൾ ഇന്ത്യ റാങ്ക് 67 സ്റ്റുഡൻസിന് കിട്ടിയപ്പോഴാണ്. ലാസ്റ്റ് 4 വർഷത്തെ റെക്കോർഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2, 3, 4, 5 പേർക്ക് ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയിട്ടുള്ളൂ. ആ ഒരു റാങ്ക് പോലും 720-ൽ 720 കിട്ടിയിട്ടില്ല ലാസ്റ്റ് 3-4 വർഷത്തെ. കഴിഞ്ഞ വർഷം മാത്രമാണ് 720 കിട്ടിയത്. അതിന് മുമ്പോ കിട്ടിയിട്ടുണ്ട്. സോ ഇവർ ആക്ച്വലി പറയുന്നത് NTA ആക്ച്വലി ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് 1500 പരം സ്റ്റുഡൻസിന് ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ടൈം അതായത് ഒരു സ്പെഷ്യൽ സെൻറ്റർ ഏതോ ഒരു സെൻറ്ററിൽ എക്സാം എഴുതാൻ ടൈം കിട്ടാത്തത് കൊണ്ട് ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ NTA ഈ ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്ത സ്റ്റുഡൻസിന് വേണ്ടി ഈ തെറ്റ് തിരുത്താൻ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ഈ ഗ്രേസ് മാർക്ക് ഇല്ലാത്ത മാർക്ക് അക്സെപ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ റീടെസ്റ്റ് ചെയ്യുക. സോ മോസ്റ്റ്ലി ഇവർക്ക് റീടെസ്റ്റ് കിട്ടുന്നുണ്ട്. സോ പ്രൊട്ടസ്റ്റ് നടക്കുന്നത് ആക്ച്വലി എല്ലാവർക്കും വേണ്ടി റീടെസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്, ഒരു ഫെയർ ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ വേണ്ടിയാണ്. പിന്നെ ആക്ച്വലി പട്നയിൽ പേപ്പർ ലീക്കായിട്ടുണ്ട് എന്നും ഒരു അലിഗേഷൻ ഉണ്ട്. ഈ ലീക്കായ പേപ്പർ 10 ലക്ഷം മുതൽ 50 ലക്ഷം രൂപയ്ക്ക് വരെ സെയിലാവുന്നുണ്ട് എന്നാണ് ആൾക്കാർ പറയുന്നത്. സോ മൊത്തത്തിൽ സ്റ്റുഡൻസിൻ്റെ കാര്യം ഈ ഒരു കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. ഒരു വലിയ സ്കാം തന്നെയാണ് സ്റ്റുഡൻസിൻ്റെ ഫേസിൽ നടന്നിട്ടുള്ളത്. കുറച്ച് പേര് കാശ് കൊടുത്ത് റാങ്ക് വാങ്ങി എന്നൊക്കെ ഇതിൽ പറയപ്പെടാം എന്നൊരു അലിഗേഷൻ കൂടി നമുക്ക് വെക്കാം വേണമെങ്കിൽ. സോ എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മോർ ലൈക്ക് സെൻട്രലും സ്റ്റേറ്റിലും കുറച്ച് പരിതാപകരമാണ് അവസ്ഥ. പക്ഷേ മൊത്തത്തിൽ സുപ്രീം കോർട്ട് ഇൻവോൾവ് ആയതുകൊണ്ട് നമുക്കൊരു ബെറ്റർ റിസൾട്ട് പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സോ ആക്ച്വലി ഒരു പെറ്റീഷൻ വരെ നടക്കുന്നുണ്ട് സ്റ്റുഡൻസിന് വേണ്ടി റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. 1,40,000 സ്റ്റുഡൻസ് ഈ പെറ്റീഷൻ ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങളും പോയി പെറ്റീഷൻ ഇടും, നമുക്ക് ഫുള്ള് അടിച്ച് കയറി പൊളിക്കാം. ഐ നോ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന 1 വർഷം 2 വർഷം ഇരുന്ന സ്റ്റുഡൻസിന് ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റഡ് ആവും. ചിലപ്പോൾ സൂയിസൈഡൽ തോട്ട്സ് വരെ വരും. കുറേ സൂയിസൈഡ് റിപ്പോർട്ട്സും വരെ വന്നിട്ടുണ്ട്. ബട്ട് അങ്ങനെയൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം ഇത് നിങ്ങൾ +2 കഴിഞ്ഞ ഒരു ലെവലിൽ ഇത് വലിയ പ്രോബ്ലമായി തോന്നുന്നതുകൊണ്ടാണ്. ശരിക്കും പ്രോബ്ലം തന്നെയാണ്. ഇനി അങ്ങോട്ട് ലൈഫിൽ കുറേ പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ അതൊന്നും ഇതിൻ്റെ മുമ്പിൽ ഒരു വലിയ പ്രോബ്ലം ആവില്ല. സോ ഈ ഒരു സിറ്റുവേഷനിൽ ആസ് ആസ്പിറൻസ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു കാര്യത്തിൽ ഇപ്പോൾ നീറ്റ് മെഡിക്കലിന് വേണ്ടി മാത്രം പ്രിപ്പയർ എന്തായാലും ഒന്നിന് ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾ എപ്പോഴും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഓപ്ഷൻസ് ഇട്ട് വെക്കുക. അതായത് JEE മെയിൻസിന് അപ്ലൈ ചെയ്യുക, ബിറ്റ്സാറ്റിന് അപ്ലൈ ചെയ്യുക, പിന്നെ VIT, അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജസുകൾക്കൊക്കെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജ് എൻട്രൻസ് എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്യുക, പോയി അപ്പിയർ ചെയ്യുക. മെഡിക്കലിന് പോകാനാണ് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് പോകാമല്ലോ. CUETക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് വെറുതെ അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഒരു ഡീമോട്ടിവേറ്റഡ് ഭയങ്കരമായിട്ട് ഫക്ടപ്പ് ഫീൽ കിട്ടൂല. അപ്പോൾ അതാണ് ഇതിന് ഇതാക്കാനുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് നമ്മളിപ്പോൾ കുറേ മോട്ടിവേഷൻ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂട്ട് വേസ് എപ്പോഴും ഉണ്ടാക്കി വെക്കുക. അതാണ് ലോട്ട് മോർ പ്രാക്ടിക്കലി സെൻസ് ഉണ്ടാക്കുന്ന ഇതാണ്. സോ ഈ വർഷം നീറ്റ് എഴുതിയ സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ഡൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാക്സിമം സേഫ് ആക്കാൻ നോക്കുക. വേറെ എക്സാംസൊക്കെ എഴുതി, വേറെ എൻട്രൻസ് എക്സാംസൊക്കെ എഴുതി, വേറെ കോളേജസുകളൊക്കെ കൺസിഡർ ചെയ്ത് വെറുതെ ഒന്ന് നോക്കി വെക്കുക. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ പോലും വെറുതെ ഒന്ന് നോക്കി വെക്കുക. അഥവാ അഡ്മിഷൻ വല്ലതും കിട്ടുകയാണെങ്കിൽ വേണമെങ്കിൽ കയറുക. എന്നിട്ട് വല്ല തീരുമാനങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത വർഷം ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്ത വർഷം വീണ്ടും നീറ്റിന് പോവാം. സോ മാക്സിമം നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് സ്ട്രോങ് ആക്കിയിട്ട് വേറെ ഓപ്ഷൻസൊക്കെ എടുത്ത് മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ എന്തായാലും പോകും. ഇങ്ങനെ പോയാലേ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലെറ്റ്സ് മീറ്റ് ഇൻ അനദർ സെഷൻ.